ബാലഭാസ്കർ വൻതോതിൽ വിദേശത്ത് നിന്നും സ്വർണം കടത്തി. അദ്ദേഹം കാരിയർ ആയിരുന്നു. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ ചില തെളിവുകൾ സഹിതം ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും മെസ്സേജസ് ആയിട്ടും സ്ക്രീൻഷോട്ട്സ് ആയിട്ടും ഒക്കെ 2019 മുതൽ ഞങ്ങളുടെയൊക്കെ പക്കൽ കിട്ടുന്നുണ്ടായിരുന്നു. വയലിനിസ്റ്റ് ബാലഭാസ്കറുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ഒഴിയാണ്ട് ബാക്കി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ പ്രിയ വേണുഗോപാൽ ആണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് പേരാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വീഡിയോസും കാര്യങ്ങളിലൂടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഹ്യൂമൻ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ചാനലിൽ ഈ ഒരു ബിഹേവിയർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നായിരുന്നു. ലക്ഷ്മിയുടെ ബിഹേവിയർ അനാലിസിസും കാര്യങ്ങളൊക്കെ സോബിന്റെ ഒക്കെ ആയിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാർട്ട് എന്നുള്ള രീതിയിൽ അവർ പൂന്തോട്ടം ഫാമിലി, അവിടുത്തെ ഫാമിലിയുടെ ഭാഗത്തു നിന്നും പണ്ടത്തെ ഒരു ഇന്റർവ്യൂ എടുത്തു വെച്ചിട്ട് അതിന്റെ ഒരു ബിഹേവിയർ അനാലിസിസ് ചെയ്തതായിട്ട് കണ്ടു. അതിൽ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവര്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. അതിൽ എന്താ പറയാ, അവരുടെ മൊത്തത്തിലുള്ള ഒരു ദുരൂഹത ഈ ഒരു വ്യക്തി എടുത്ത് കാട്ടുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. മരിക്കുന്നത് വരെയും അച്ഛൻ ഇതേ ആറ്റിറ്റ്യൂഡാണ് ഉണ്ടായിരുന്നത്. സംഭവത്തിനുണ്ട്. അതെ, അതെന്താന്ന് വെച്ചാൽ ഇതന്നെ പറഞ്ഞിരുന്നത് ചികിത്സയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇവിടെ രവീന്ദ്രൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ബാലു മരിക്കുന്നത് വരെ അച്ഛന്റെ ബിഹേവിയർ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ലതയ്ക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് ജസ്റ്റ് വളരെ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ കാണാം, ടേബിളിൽ അതായത് ചെയറിന്റെ ആമില് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടാപ്പ് ചെയ്യുന്നു. അതിനുശേഷം ആ ടാപ്പിങ് കഴിഞ്ഞതിന് ശേഷം ഡയറക്ട്ലി ഒരു ടവൽ എടുക്കുന്നു, ജസ്റ്റ് മൗത്ത് കവർ ചെയ്യുന്നു. സെക്കൻഡ് ബിഹേവിയർ. അതിനുശേഷം ആ മൗത്ത് കവർ ചെയ്തതിന് ശേഷം ആ ടവൽ വെച്ചതിന് ശേഷം ഷോളിന്റെ എഡ്ജ് എടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ട്. സോ ഈ ഒരു 3 ബിഹേവിയേഴ്സ് കാണുമ്പോൾ ചിലപ്പോൾ വളരെ നോർമലായിട്ട് തോന്നും. പക്ഷേ ഈ 3 ബിഹേവിയറും ഡിസെപ്ഷൻ സ്കെയിലിൽ വളരെ ഹൈ റേറ്റ് സ്ട്രെസ്സിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ബിഹേവിയറാണ്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ടെൻഷൻ അല്ലെ നെർവസ്നെസ് വരുമ്പോൾ അത് റിലീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബിഹേവിയറാണ്. ഇതില് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ പൂന്തോട്ടം ഫാമിലിയിലെ ആ ഒരു 2 വ്യക്തികളും സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്തു നിന്നും ബോഡി ലാംഗ്വേജിൽ വരുന്ന മാറ്റങ്ങൾ, അവർ കൈ കൊണ്ട് ഇങ്ങനെ അവരുടെ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ കൈ ഇങ്ങനെ കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നു, ഷാൾ എടുക്കുന്നു, അത് വെച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നു. അതായത് ഭയങ്കര നെർവസ് ആയിട്ടാണ് അവർ സംസാരിക്കുമ്പം പല കാര്യങ്ങളും അവർ ചെയ്യുന്നത്. അതായത് നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൈ ആണെങ്കിലും അറിയാതെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് കാര്യങ്ങൾ ടെൻഷനൊക്കെ ആയിട്ട് നമ്മൾ കള്ളത്തരങ്ങൾ പറയുന്ന സമയത്ത് അങ്ങനെയുള്ള സമയത്ത് വരുന്ന ചില സ്വഭാവങ്ങളെ കുറിച്ചാണ് ഈ വ്യക്തി എടുത്ത് പറയുന്നത്. അപ്പൊ അത് കണ്ടാൽ തന്നെ അറിയാം അവരുടെ ഭാഗത്ത് എന്തൊക്കെയോ കള്ളത്തരം കാര്യങ്ങളും ഉണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മളൊന്നും ഈ ആദ്യമായിട്ട് ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന സമയത്ത് ചിലപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് കൂടുതൽ പഠിച്ച് ഇതിനെ പറ്റിയിട്ട് അറിയുന്ന സമയത്തേക്കാണ് നമുക്ക് ഇങ്ങനെയുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരിക. കുറച്ച് കാര്യങ്ങൾ കൂടി അവർ പറയുന്നുണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് കേട്ടോക്കാം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ മൗത്ത് കവറിങ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഒരു പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ നമ്മൾ വളരെ ഇൻസെക്യൂർ ആകുമ്പോഴോ ആൻഷ്യസ് ആകുമ്പോഴോ ഒക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ബിഹേവിയറാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഷോള് എടുത്ത് നേരെ ഇടുക എന്ന് പറയുന്നത് ഒരു ഗ്രൂമിങ് ബിഹേവിയറാണ്. ഗ്രൂമിങ് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ അപ്പിയറിങ് പെർഫെക്റ്റ് എന്നൊക്കെ പറയും. അത് ആൻസൈറ്റി വരുമ്പോഴോ അല്ലെങ്കിൽ നെർവസ്നെസ് വരുമ്പോഴോ ഒക്കെ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഇത് 3 ബിഹേവിയേഴ്സ് കോൺസിക്യൂട്ടീവ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് എ റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ ഹൈ സ്ട്രെസ്. രവീന്ദ്രൻ അത് പറഞ്ഞ സമയത്ത് ലതയ്ക്ക് വളരെ ഹൈലി സ്ട്രെസ് ഉണ്ടാക്കി. ആ ഹൈ സ്ട്രെസ് വന്ന് അതങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്ന് പറയുന്ന സമയത്ത് രവീന്ദ്രൻ ഇങ്ങനെ ആ കോൺവെർസേഷൻ പറഞ്ഞിങ്ങ് വന്നു, അതിനെ കവർ ചെയ്തൊക്കെ അതെ ഇങ്ങനെയാണ് ലത പറഞ്ഞ പോലെയാണെന്ന് പറഞ്ഞ് അതിനെ കണ്ടിന്യൂ ചെയ്ത് വളരെ ഡിഫ്ലക്ട് ചെയ്തത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അവർ പറയുന്ന മെയിൻ ആയിട്ട് ഇത് തന്നെയാണ്. അതായത് ഭയങ്കര നെർവസ് ആയിട്ട് ആൻസൈറ്റിയോടുകൂടി ഇരിക്കുന്ന സമയത്ത് കാണിക്കുന്ന ചില ബിഹേവിയറാണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണെങ്കിൽ ആ ഒരു ചാനലിൽ അവർ വ്യക്തമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോസ് വരുന്നത് നമുക്ക് നല്ലത് തന്നെയാണ്. കാരണം ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാർ പറയുമ്പോൾ, നമ്മളെക്കാട്ടും വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ദുരൂഹതകൾ അഴിക്കാനുള്ള ഒരു എന്താ പറയുക എളുപ്പ വഴി എന്നോണം നമ്മുടെ മുൻപിലേക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് വരുന്നത് സഹായകരമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ വേണുഗോപാൽ ലക്ഷ്മിനെ കുറിച്ചിട്ട് ഇത്രയും നാള് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും പറഞ്ഞിട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
അതായത് ഈ ലക്ഷ്മിയുടെ ഇന്റർവ്യൂ വന്നിട്ടാണെങ്കിലും ലക്ഷ്മിനെ പറ്റിയിട്ടൊന്നും അങ്ങനെ മോശമായിട്ട് പറയാത്ത രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നതും. എന്തുകൊണ്ടാണ് അങ്ങനെ ലക്ഷ്മിനെ പറ്റിയിട്ട് അവർക്കൊരു സംശയമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് ഒരു നെഗറ്റീവ്സോ കാര്യങ്ങളോ ഉണ്ടായിട്ട് പോലും അവരെന്തുകൊണ്ടാണ് ഇത്രയും നാൾ അതിനെ കുറിച്ച് സംസാരിക്കാത്തത് എന്ന കാര്യവും, അതുപോലെ തന്നെ ലക്ഷ്മി ബാലഭാസ്കറിന്റെ മരണശേഷം സുഹൃത്തുക്കളോടടക്കം പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് പ്രിയ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. 6 വർഷത്തിന് ശേഷം മീഡിയയിലേക്ക് വരാനുണ്ടായ ഒരു കാരണം വളരെ ക്ലിയർ കട്ടായി ലക്ഷ്മിക്കെതിരെ വന്നൊരു ആരോപണമെന്ന് അവരുടെ തന്നെ ഒരു മ്യൂച്വൽ സുഹൃത്തിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ അനുമാനിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ലക്ഷ്മി വന്നത് എന്നാണ്. കാരണം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇതിനോടകം ലക്ഷ്മി പുറത്തു വന്നേനെ, എന്തെങ്കിലും കാര്യം അറ്റ്ലീസ്റ്റ് പേഴ്സണൽ ലെവലെങ്കിലും ലക്ഷ്മി ഒരു കമ്മ്യൂണിക്കേഷൻ ശ്രമിച്ചേനെ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷെ അതിനെ ശ്രമിക്കാതെ ഈ ഒരു ഘട്ടത്തിൽ വന്നത് ലക്ഷ്മി തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. കുറച്ച് പേരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു, ചിലരിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതും സംഭവിച്ചു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ ചില തെളിവുകൾ സഹിതം ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും മെസ്സേജസ് ആയിട്ടും സ്ക്രീൻഷോട്ട്സ് ആയിട്ടും ഒക്കെ 2019 മുതൽ ഞങ്ങളുടെയൊക്കെ പക്കൽ കിട്ടുന്നുണ്ടായിരുന്നു. അതായത് ഇതിൽ പ്രിയ വ്യക്തമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ബാലഭാസ്കറിന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ലക്ഷ്മി ഈ സാധനങ്ങളൊക്കെ, അതായത് അവന്റെ ആക്രി സാധനങ്ങളൊക്കെ ഇനി വിറ്റുകളയാം അല്ലെങ്കിൽ കൊടുത്തേക്കാം, അവനോ പോയി, ഇനി എന്തിനാണ് ഇതൊക്കെ എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് മീഡിയയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പൊ ആ ഒരു സംഭവത്തിനോടനുബന്ധിച്ചിട്ടാണ് ലക്ഷ്മിയുടെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുവരെയും മിണ്ടാതിരുന്ന ലക്ഷ്മിക്ക് അവിടെ മിണ്ടേണ്ടി വന്നത് ആ ഒരു കാര്യം വന്നതോടുകൂടിയിട്ടാണ് ലക്ഷ്മിക്ക് ഒരു പത്രസമ്മേളനം പോലും വിളിക്കാതെ ഒരു ഇന്റർവ്യൂ വന്നിട്ട് അത് അവിടെ പറഞ്ഞിട്ട് തീർത്തിട്ട് ഒപ്പിച്ചു പോകുന്ന രീതിയിൽ ലക്ഷ്മി അങ്ങ് പോയത്. അപ്പോൾ ഇവർ പറയുന്നത് നേരത്തെ ഇവരുടെ കയ്യിൽ ഈ ലക്ഷ്മി പറഞ്ഞ വോയിസ് മെസ്സേജുകൾ അടക്കം, അതായത് എല്ലാ കാര്യങ്ങളും ലക്ഷ്മി പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കാണ് പ്രിയ. അപ്പൊ പ്രിയ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നേ ഉള്ളൂ, ലക്ഷ്മി പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്മി പറഞ്ഞിട്ടുള്ളതാണ്. അതിനുള്ള തെളിവുകളെല്ലാം വ്യക്തമായിട്ട് ഇവരുടെ കയ്യിലും ഉണ്ട്. ലക്ഷ്മിക്ക് അവരുടെ ആ ഒരു മ്യൂസിക് ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവിടെ ആക്രി സാധനങ്ങൾ എന്ന് പറയുന്നത്. കാരണം അവിടെ വില കൂടിയ വയലിനുകൾ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ബാലഭാസ്കർ വാങ്ങി വെക്കാറുണ്ടായിരുന്നു. അതിനെയാണ് ഇവർ ആക്രി സാധനങ്ങൾ എന്ന് പറയുന്നതെന്നും ബാലഭാസ്കറിന്റെ അച്ഛൻ അന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിക്ക് ഈ മ്യൂസിക്കിനോടോ അതുമായിട്ടോ ഒരു താല്പര്യവും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ആ ഒരു ബാലഭാസ്കർ മരിച്ച ശേഷം അത് എടുത്തിട്ട് ആക്രി സാധനങ്ങൾ എന്ന് പറഞ്ഞ് തൂക്കി വിൽക്കാന്ന് പറയണമെങ്കിൽ എത്രത്തോളം ആ ഒരു ലക്ഷ്മിയുടെ മനസ്സ് കാര്യങ്ങൾ എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ ഒരു പണ്ടത്തെ ആ ഒരു സമയത്ത് ഇതൊക്കെ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും ഇവരാരും മുൻപോട്ട് വന്ന് എതിരെ ഒന്നും പറയാതിരുന്നത് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ ഇവര് പറയാൻ തയ്യാറാണ്. ഇവരുടെ കയ്യിൽ ഇപ്പം ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രിയ. അപ്പൊ അതുപോലെ തന്നെ ഈ ബാലഭാസ്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളില് പണ്ട് ഒരു കർമ്മ ന്യൂസിലെങ്ങാനും വന്നൊരു ന്യൂസാണ്. അതായത് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇതില് മെയിൻ ആയിട്ട് കള്ളക്കടത്ത്, അതായത് സ്വർണ്ണക്കടത്ത് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് കർമ്മ ന്യൂസിൽ പണ്ട് വന്നൊരു ന്യൂസാണ്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. തോതിൽ വിദേശത്ത് നിന്നും സ്വർണം കടത്തി. അദ്ദേഹം കാരിയർ ആയിരുന്നു. ഇദ്ദേഹം കടത്തിയ സ്വർണം മുഴുവൻ ഒരു സ്വർണ്ണ ബിസിനസ്സുകാരനും ജ്വല്ലറിക്കാരനും കൂടിയായ ആളുടെ ആയിരുന്നു. ഈ ജ്വല്ലറി കേരളത്തിലും പുറത്തും പ്രസിദ്ധമാണ്. ബാലഭാസ്കർക്ക് വേണ്ടി ഗ്രീൻ ചാനൽ വിമാനത്താവളത്തിൽ ഒരുക്കി നൽകിയത് മുൻ ആഭ്യന്തരമന്ത്രിയും കുടുംബവും. ബാലഭാസ്കർ വിദേശത്ത് എവിടെ പരിപാടി നടത്തിയാലും ദുബായ് ടച്ച് ചെയ്തായിരിക്കും വരിക. ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ബാലഭാസ്കറിന്റെ വയലിന്റെ ഉള്ളിലും കവറിന്റെ ഉള്ളിലും സ്വർണം നിറയ്ക്കും. ഇത് അവിടെ നിന്നും കയറ്റാൻ ദുബായിൽ ഏജന്റുമാർ ഉണ്ടാകും. ബാലഭാസ്കർ ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും വിമാനം കയറുമ്പോൾ കേരളത്തിലെ മുൻ ആഭ്യന്തരമന്ത്രിയുടെ ഭാര്യ ഉണ്ടാകും, അല്ലെങ്കിൽ മക്കളുണ്ടാകും. കൊച്ചിയിലും തിരുവനന്തപുരത്തും ബാലഭാസ്കർ വന്നിറങ്ങുമ്പോൾ ബാലഭാസ്കറിനെ ഗ്രീൻ ചാനലിലൂടെ നയിക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ കുടുംബമായിരിക്കും. ഇത്തരത്തിൽ ബാലഭാസ്കർ വരുമ്പോൾ അദ്ദേഹത്തിനൊപ്പം യാത്ര നടത്തിയത് ഏത് മന്ത്രിയുടെ ഭാര്യയായിരുന്നു, മക്കളായിരുന്നു എന്ന് അന്വേഷിച്ചാൽ എല്ലാം. അപ്പോ ഇതിൽ വ്യക്തമായിട്ട് ഇവർ പറയുന്നൊരു കാര്യമാണ്. ഇതിന്റെ തെളിവുള്ള കാര്യങ്ങൾ ഉണ്ടോന്നും നമുക്കറിയില്ല. കുറച്ച് നാളുകൾക്ക് മുൻപ് വന്നൊരു ന്യൂസാണ്. അപ്പൊ അതില് അവരുടെ ചാനലിൽ ഇട്ടൊരു കാര്യമാണ്. അതായത് ബാലഭാസ്കർ വയലിന് അടക്കമുള്ള ഉപകരണങ്ങളിൽ അങ്ങനെ വരുന്ന സമയത്ത് ദുബായിൽ വന്നിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ദുബായിലേക്ക് അത് വന്നിട്ട് എവിടെയെങ്കിലും പോകും, അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് വരും എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ബാലഭാസ്കറും സ്വർണ്ണക്കള്ളക്കടത്തിൽ ഉള്ള ഒരാളാണ്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തതെന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ന്യൂസുകളും കാര്യങ്ങളും ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതിലെവിടെയൊക്കെയോ സ്വർണ്ണക്കള്ളക്കടത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിൽ ബാലഭാസ്കർ ഇൻവോൾവ്ഡ് ആണോ, അറിഞ്ഞുകൊണ്ടാണോ, അറിയാതെയാണോ, ഇതിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് നമുക്ക് തെളിവുകൾ ഇല്ലാതെ ഒന്നും പറയാൻ സാധിക്കില്ല. അപ്പൊ ഇവര് ഈ ഒരു ന്യൂസിൽ, പണ്ടിട്ടൊരു ന്യൂസിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരു മന്ത്രിയുടെ മകൻ മന്ത്രി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭാര്യ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയില്ല. എന്തായാലും മൊത്തത്തിൽ ഇത് ചെറിയൊരു കേസല്ല. എന്തായാലും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ വലിയ രീതിയിലുള്ള ഇൻവോൾവ്മെന്റുകളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റിയ ഒരു കേസായിട്ട് പോലും ഇതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും പോലും പ്രോപ്പറായിട്ട് നടക്കാത്ത ഈ രീതിയിലേക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഇത് നീണ്ടുപോയത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഇതിൽ വലിയ വലിയ രീതിയിലുള്ള ഇൻവോൾവ്മെന്റും കാര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അത് എന്താ പറയാ വേഗം തന്നെ അത് തീർത്തങ്ങ് ഇതാകാന്നേ ഉള്ളൂ. പക്ഷെ ഇത് മര്യാദയ്ക്ക് അന്വേഷിക്കാതെ ഈ രീതിയിലേക്ക് വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കേസിലെ ദുരൂഹതകളും കാര്യങ്ങളും ഒക്കെ ഇനിയെങ്കിലും ഒഴിഞ്ഞ് നല്ല രീതിയിൽ എപ്പോഴെങ്കിലും ഒരു സത്യം പുറത്തു വരുന്ന രീതിയിലേക്ക് ഇത് വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. വരണമെന്ന് തന്നെ വിചാരിക്കാം. നമ്മുടെ സൂബി അടക്കമുള്ള ആൾക്കാർ ഇതിന് പുറകെ തന്നെയുണ്ട്. അപ്പൊ ഇതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നടന്ന് അതിനുള്ളിലുള്ള സത്യം എന്തായാലും പുറത്തു വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.